ചേട്ടാ, കേരളത്തിൽ ഇഡിക്ക് ചാകരയാണ്. തിരുവനന്തപുരത്ത് മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതാ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPM-നെ പ്രതിപ്പട്ടികൾ ചേർത്തിരിക്കുകയാണ് ഇഡി. കെ രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, വർഗീസ് എന്നിവർക്കൊപ്പം 28 പ്രതികൾക്കൊപ്പമാണ് CPM എന്ന പാർട്ടിയെ ഇഡി പ്രതിപ്പട്ടികൾ ചേർത്തിരിക്കുന്നത്. ഇനി CPM-ന്റെ ഒരു ഭാവി എന്തായിരിക്കും? ഹഷ്കൻ, നമ്മൾ നോക്കുകയാണെങ്കിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ വേട്ടയാടുന്നു എന്ന് പറയുന്ന ആരോപണം നമ്മൾ നിരവധി തവണ കേട്ടതാണ്. പല നേതാക്കളും ഇഡി CBI വിവിധ തരങ്ങളിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വേട്ടയാടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാണ്. എന്നാൽ ഇന്ന് വരെയും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു ഇഡി കേസിൽ പ്രതിയായിട്ടില്ല. ആ കേസിൽ പ്രതിയായത് ആദ്യമായിട്ട് CPM ആണ് പ്രതിയായിരിക്കുന്നത്. ഏത് കേസ് നോക്കൂ, കരുവന്നൂർ എന്ന് പറയുന്ന വളരെ മികച്ച നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സഹകരണ ബാങ്ക്, നല്ല രീതിയിൽ അതിലെ നിക്ഷേപകർക്കെല്ലാം കൃത്യമായി പണം നൽകിയിരുന്ന ഒരു മികച്ച രീതിയിൽ ജനങ്ങൾക്കിടയിൽ വിശ്വാസമുണ്ടായിരുന്ന, അവരുടെ അന്നന്നത്തെ വരുമാനം പോലും വിശ്വസിച്ചു കൊണ്ടിട്ടിരുന്ന ഒരു ബാങ്ക്. ആ ബാങ്ക് എങ്ങനെയാണ് ഒരു തട്ടിപ്പിന്റെ കേന്ദ്രമാക്കി CPM മാറ്റിയതെന്നാണ് ഈ ഇഡി അന്വേഷണത്തിൽ തെളിഞ്ഞു വരുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ കൊച്ചി PLMA കോടതി പറഞ്ഞിരിക്കുന്നത് ഈ കേസിൽ 28 പ്രതികൾ, അതിനകത്ത് 3 ജില്ലാ സെക്രട്ടറിമാർ, മുൻ ജില്ലാ സെക്രട്ടറിമാരുണ്ട്. വർഗീസ്, തൃശ്ശൂരിന്റെ 3 ജില്ലാ സെക്രട്ടറിമാരാണ്. വർഗീസ്, കെ രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ MLA, ഈ 3 പേരുൾപ്പെടെ 28 പ്രതികളും വിചാരണ നേരിടണം. അതിന് വേണ്ടിയിട്ട് ജൂലൈ 4-ന് ഇവർ നേരിട്ട് ഹാജരാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 28 പ്രതികളിൽ ഒരു പ്രതി എന്ന് പറയുന്നത് CPM ആണ്. കാരണം CPM ഈ ബാങ്കിൽ നടന്ന തട്ടിപ്പിലൂടെ ലഭിച്ച പണം CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് CPM-നെയും പ്രതിപ്പട്ടികയിൽ ചേർത്തിരിക്കുന്നത്. ഏകദേശം 300 കോടി രൂപയുടെ തട്ടിപ്പാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നതെന്നാണ് ഒരു പ്രാഥമികമായ വിലയിരുത്തൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ് നടന്നത്? അവിടെ ബാങ്കിന് ഒരു ഭരണസമിതിയുണ്ട്, എല്ലാ അതിന് പ്രവർത്തിക്കാനുള്ള ഉദ്യോഗസ്ഥരും ഭരണ സംവിധാനമുണ്ട്. എന്നാൽ അതിനു മുകളിലായി CPM ഒരു സമിതിയെ വെച്ചു. ആ സമിതി അംഗീകരിക്കുന്ന ആൾക്കാർക്ക് മാത്രം വായ്പ, ആ സമിതി അംഗീകരിക്കുന്നവർക്ക് മാത്രം ബാങ്കിൽ നിന്ന് മറ്റ് ആനുകൂല്യങ്ങൾ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. ആദ്യം ഈ സമിതി വയ്ക്കുമ്പോൾ അതിന്റെ ചെയർമാനായിരുന്നത് AC മൊയ്തീനായിരുന്നു. അങ്ങനെ ഈ സമിതി ഒരു അപ്പെക്സ് അതോറിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇതുമൂലം ലോൺ ലഭിക്കുന്നവർക്ക്, വായ്പകൾ ആ ബാങ്കിൽ നിന്ന് ലഭിക്കുന്നവർ കൃത്യമായ രേഖകൾ ഹാജരാക്കുകയും ഈ CPM-ന്റെ സ്വാധീനം കൊണ്ട് ലോണുകൾ നേടിയിട്ടുണ്ട്. ഈ ലോണുകൾക്ക് പകരമായി ഈ ലോൺ കിട്ടുന്നവർ CPM-ന് കമ്മീഷൻ നൽകണം. ആ കമ്മീഷൻ വാങ്ങാനായി മാത്രം ഒരു അക്കൗണ്ട് തുറന്നു. ആ അക്കൗണ്ട് തുറന്ന സമയത്ത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പ്രതിയായി വന്നത്. അത്തരത്തിൽ തുറന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ഇഡി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പൈസ എന്തിനാണ് ഉപയോഗിച്ചത്? ഒരു CPM-ന്റെ ഒരു ഏരിയ കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കാനുള്ള സ്ഥലം വാങ്ങാനായിരുന്നു. ആ സ്ഥലം വാങ്ങാൻ വേണ്ടുന്ന സമയത്ത്, സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ജില്ലാ സെക്രട്ടറി വർഗീസ് ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹവും ഈ കേസിൽ പ്രതിയായത്. കാരണം ഈ പണം എങ്ങനെയാണ് വേണ്ടപ്പെട്ടവർക്ക് കൊടുത്ത് അല്ലെങ്കിൽ കമ്മീഷൻ നൽകാമെന്ന് ഉറപ്പിച്ചവർക്ക് ലോണും വായ്പകളും ക്രമവിരുദ്ധമായി നൽകുകയും അതിന്റെ കമ്മീഷൻ വാങ്ങുകയും അത് CPM-ന്റെ സ്വന്തം പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് CPM ഈ കേസിൽ പ്രതിപട്ടികയിൽ വന്നത്. ഇത് ചരിത്രത്തിലെ വലിയ സംഭവമാണ്. കാരണം എങ്ങനെയാണ് ആസൂത്രിതമായി ഒരു ബാങ്കിൽ ഒരു തട്ടിപ്പ് നടത്തിയത്, എങ്ങനെയാണ് അതിന്റെ ആനുകൂല്യങ്ങൾ CPM സ്വന്തം പോക്കറ്റിലാക്കിയത്. കാരണം ഈ 10 ലക്ഷം രൂപയുടെ ഒരു അക്കൗണ്ട് മാത്രമേ ഉള്ളൂ, പക്ഷെ കൂടുതൽ പൈസയുണ്ട്, കോടികൾ CPM-ന്റെ അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുണ്ട്. അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൽ അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് ഇഡിയുടെ നിലപാട്. നമ്മളുടെ ഒരു വെബ് സീരീസ് ഉണ്ടായിരുന്നു, മണി ഹെയ്സ്റ്റ്. എങ്ങനെ തന്ത്രപരമായിട്ടുള്ള ബാങ്ക് റോബർ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള പല പ്ലാനിങ്ങുപരമായിട്ടുള്ള മണി ഹെയ്സ്റ്റ് നമ്മൾ സീരീസ് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ CPM-ന് വളരെ അനായാസമായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിലെ 300 കോടി രൂപ, അതായത് സാധാരണക്കാരൻ്റെ 5ഉം 10ഉം അല്ലെങ്കിൽ 100 രൂപ അല്ലെങ്കിൽ അവൻ്റെ ദിവസ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ചേർത്ത് വെച്ച് സ്വന്തം ഭാവിക്ക് ഉതകും അല്ലെങ്കിൽ ഉപകാരപ്പെടും എന്ന രീതിയിൽ കൊണ്ടുവന്ന ഓരോ തുച്ഛമായ പൈസയും അടിച്ചു മാറ്റാൻ അവർക്ക് വേണ്ടി വന്ന അതിലെ ഒരു ഭരണസമിതിയിൽ അംഗമാകുക എന്നുള്ള ഒരു കാര്യം. കാരണം ആ ബാങ്ക് എന്ന് പറഞ്ഞാൽ അത്രത്തോളം വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. ജനങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള ബാങ്കാണ്, അത്രയും നിക്ഷേപമുണ്ട്, അത്രയും സാമ്പത്തിക
ഇടപാടുകൾ നടക്കുന്ന ഒരു ബാങ്കാണ്. ആ ബാങ്കിലേക്ക് CPM-ന്റെ ഭരണസമിതി ഇടപെടുന്നു. അവർക്ക് എങ്ങനെ ഇതിൽ നിന്ന് നേട്ടമുണ്ടാക്കാം എന്ന് ഉള്ള ആസൂത്രിതമായ നീക്കമാണ് അവിടെ നടന്നത്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് 300 കോടി രൂപയോളം ഉള്ള തട്ടിപ്പുകൾ നടന്നിട്ടും നിക്ഷേപകർ അറിഞ്ഞത് ഇത് വളരെ വൈകിയാണ്. കാരണം ബാങ്ക് പൊളിയുന്ന ഒരു ഘട്ടം വന്നപ്പോൾ നിക്ഷേപകർക്ക് സ്വന്തം മകളുടെ വിവാഹത്തിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്, ചികിത്സയ്ക്ക്, ഇതിന്റെയൊക്കെ ആവശ്യത്തിനായി നിക്ഷേപിച്ച പണം തിരിച്ചു ചോദിക്കാൻ ചെല്ലുമ്പോഴാണ് ഈ ബാങ്കിൽ ഇങ്ങനെ ഒരു ക്രമവിരുദ്ധമായ നടപടി നടന്നെന്നും ബാങ്ക് ഏകദേശം തകർച്ചയിലാണെന്നും ഇനി നമ്മുടെ നിക്ഷേപത്തിന് ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത അവസ്ഥയാണെന്നും ആളുകൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ പലരും ആത്മഹത്യ ചെയ്യുന്നതും ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കരഞ്ഞുകൊണ്ട് ചികിത്സിക്കാൻ പണമില്ല എന്ന് പറയുന്നവരുണ്ട്. ഈ തട്ടിപ്പിനിരയായവരിൽ CPM-കാരുണ്ടെന്നേ. അതാണ് അതിന്റെ ഒരു ക്രൂരത എന്ന് പറയുന്നത്. കാരണം ചില നേതാക്കൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനും പാർട്ടിയുടെ ഗുണത്തിനും പാർട്ടിക്ക് ഏരിയ കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കാനും വസ്തു വാങ്ങാനുമായി നടത്തിയ ഒരു തട്ടിപ്പാണ്. ഇതിനകത്ത് ഇരയായവരിൽ CPM-കാരുണ്ട്. ഇത്രത്തോളം ആസൂത്രിതമായിട്ടാണ് ഇത് ചെയ്തത്. ഈ കരുവന്നൂർ ബാങ്കിന്റെ അന്വേഷണം എന്ന് പറയുന്നത് ഇതൊരു വളരെ സുഗമമായി അല്ലെങ്കിൽ സുഗമമായ ഒരു നടന്ന അന്വേഷണമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ED കേസിൽ ഈ കെ രാധാകൃഷ്ണനെയും വർഗീസിനെയും AC മൊയ്തീനെയൊക്കെ വീടുകൾ പരിശോധന നടത്തി. അതുപോലെ തന്നെ ഈ പ്രതികളായിട്ടുള്ളവർ ഇവരെല്ലാം ചോദ്യം ചെയ്തു. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ ED അന്വേഷണത്തിന് ഒരു സ്റ്റോപ്പാണ് ഉണ്ടായത്. അതിനുശേഷം ഒരു ഫോളോ അപ്പ് ഉണ്ടാകുന്നില്ല. കാരണം നമ്മളെല്ലാം കണ്ടതാണ്, വളരെ പെട്ടെന്നാണ് AC മൊയ്തീന്റെ വീട്ടിൽ ഇതുപോലെ കാര്യങ്ങൾ റെയ്ഡും അല്ലെങ്കിൽ ഓഫീസിലെ കാര്യങ്ങളെല്ലാം റെയ്ഡ് വന്നെങ്കിലും അതിന് തുടർച്ചയായ ഒരു നീക്കം ഉണ്ടാകാൻ EDക്ക് സാധിച്ചില്ല. അത് താൽക്കാലിക ഒരു ആശ്വാസമായിട്ട് എടുത്തിരിക്കുകയായിരുന്നു CPM പാർട്ടിയും അല്ലെങ്കിൽ ഇതുപോലത്തെ നേതാക്കളും. അത് CPM-നെതിരെ അന്നും അതൊരു വലിയൊരു ആരോപണമായിട്ട് തന്നെ നിൽപ്പുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്ര രീതിയിൽ ഒരു MLA അല്ലെങ്കിൽ ഒരു മുൻ മന്ത്രിയായിരുന്ന ഭരണപക്ഷത്തെ ഒരു MLA-യുടെ വീട്ടിൽ ED പരിശോധന നടത്തുന്നു. അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിമാരെ ആയിരുന്നവരെ എല്ലാം ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം ഈ അന്വേഷണം എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല? അന്വേഷണം ഒരു സ്ട്രക്കായി നിൽക്കുന്നു. അതിനുശേഷം മുന്നോട്ട് പോകുന്നില്ല. ഈ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തി അത് ഫ്രീസ് ചെയ്തു. അതിന്റെ പണം പിടിച്ചെടുക്കാനോ അതിനുള്ള നടപടികളൊന്നും പോകാതെ നിന്നു. ഈ സമയത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ ആരോപണം ഇന്നും നിലനിൽക്കുന്ന ആരോപണമാണ് തൃശ്ശൂരിൽ BJP വിജയം, സുരേഷ് ഗോപിയുടെ വിജയത്തിന് കരുവന്നൂർ ബാങ്ക് അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആരോപണം. CPM-നെ ഭയപ്പെടുത്തി ഈ ബാങ്കിന്റെ അന്വേഷണത്തിന്റെ കാര്യം പറഞ്ഞ് CPM-നെ കൂടി ഒപ്പം നിർത്തിയാണ് BJP ഈ സീറ്റ് ജയിച്ചു എന്ന് പറയുന്ന ഒരു ആരോപണമുണ്ട്. ആ ആരോപണം ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം സുരേഷ് ഗോപിക്ക് അന്ന് ലഭിച്ച വോട്ടൊന്നും ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയിട്ടില്ല. തൃശ്ശൂർ മണ്ഡലത്തിൽ പോലും പത്മജ വേണുഗോപാലിനെ പോലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും സുരേഷ് ഗോപിക്ക് ലഭിച്ച വോട്ടിന്റെ പകുതി വോട്ട് പോലും കിട്ടിയില്ല. അപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്ത വോട്ടെല്ലാം എവിടെ പോയി? അവിടെയാണ് അന്വേഷണം വരേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്നുള്ള ഈ ആരോപണം ഈ സുരേഷ് ഗോപിയുടെയും BJPയുടെയും വിജയത്തിന് കാരണമായി പോലും വന്നത് ഈ കരുവന്നൂർ ബാങ്കാണ്. കരുവന്നൂർ ബാങ്കിലെ അന്വേഷണം തുടരാതിരിക്കാൻ അല്ലെങ്കിൽ അന്വേഷണം തങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ഒരു നീക്കുപോക്കിന് CPM ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിരിക്കാം തൃശ്ശൂരിലെ വിജയം എന്ന് പറയുന്ന ആരോപണത്തിന് CPM മറുപടി പറയുന്നില്ലല്ലോ. അത് മാത്രമല്ല ചേട്ടാ, അത് മറ്റൊരു വേഷനുമുണ്ട്. അതായത് കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു, വിജയിക്കുന്നു. പക്ഷേ ഇദ്ദേഹം ഈ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഇതൊരു കേസിന്റെ അന്വേഷണ നിഴലിൽ തന്നെയാണ്. ഈ ഒരു കുറ്റാരോപിതനായ ഒരു വ്യക്തി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ്ങോ അല്ലെങ്കിൽ ഈ ഒരു ഫാക്ടർ അദ്ദേഹത്തിന് കടമ്പ അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടായില്ല, അത് തടസ്സമായില്ല എന്നുള്ളതാണ്. ആ സമയത്ത് അദ്ദേഹത്തെ പ്രതി ചേർത്തിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ രാധാകൃഷ്ണനെ പോലൊരു വ്യക്തി ഈ ബാങ്കിന്റെ തട്ടിപ്പിൽ നേരിട്ട് വന്നിടപെട്ട ഒരു വ്യക്തിയല്ല. കാരണം എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി ഈ കേസിൽ പ്രതിസ്ഥാനത്ത് വന്നതാണ്. ഇവിടെ ഒരു അപെക്സ് കമ്മിറ്റി ഉണ്ടാക്കി CPM ജില്ലയിലെ CPM നേതാക്കളെല്ലാം ചേർന്ന് ഒരു തട്ടിപ്പ് നടത്തുന്നുണ്ട്. പക്ഷെ ആ തട്ടിപ്പിലൂടെ വരുന്ന പണത്തിന് അക്കൗണ്ട് തുറന്ന സമയത്ത് ആ സമയത്തെ ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ ആയതുകൊണ്ടാണ് കെ രാധാകൃഷ്ണൻ ഈ കേസിൽ പ്രതിയാവുന്നത്. ജില്ലാ കമ്മിറ്റി ഈ വിഷയം അറിഞ്ഞിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിയിൽ തട്ടിപ്പ് നടക്കുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ട്. ആ കമ്മിറ്റി വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിലും CPM കൃത്യമായി ഇടപെടുകയല്ല ചെയ്തത്. അതിനകത്തൊരു സാധ്യത കണ്ടെത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ നേതാക്കളെല്ലാം പ്രതിയായി വരുന്നതും. ഈ ഞാൻ ചോദിക്കുന്നതാണ്, കെ രാധാകൃഷ്ണൻ ആലത്തൂർ മത്സരിച്ചു, സുഖമായി ജയിച്ചു പോയി. കാരണം 19 സീറ്റിൽ തോറ്റപ്പോഴാണ് ഒരു സീറ്റിൽ ജയിച്ചത്. അത്തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് വന്നിരുന്ന ആൾക്കാരാണ്. അപ്പൊ കെ രാധാകൃഷ്ണൻ നേരിട്ട് ഈ ഒരു തട്ടിപ്പ് നടത്തുന്ന ഒരു വ്യക്തിയായി എനിക്കിതുവരെ തോന്നുന്നില്ല. അദ്ദേഹം ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി നിന്നപ്പോൾ ഈ കേസിൽ പ്രതിയായി. പക്ഷെ ആ സമയത്ത് ഒരു ജില്ലാ സെക്രട്ടറിയുടെ ഒരു പദവി ഉപയോഗിച്ച് ഈ കേസിനെ
ഹഷപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഒതുക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു തട്ടിപ്പ് നടന്നു. ഈ തട്ടിപ്പിൽ പാർട്ടി നേതാക്കളും അതുപോലെ തന്നെ പാർട്ടി ഭരിക്കുന്ന ഒരു ബാങ്കിന്റെ ഭരണസമിതിയും പ്രതികളായി വരികയും അതിന്റെ ഒരു നാണക്കേട് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. കെ രാധാകൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഒരു ശ്രമം ഉണ്ടായിരിക്കാം. പക്ഷേ ഇതിനകത്ത് ഞാൻ പറയുന്നത് ഇത് വ്യാപകമായി എങ്ങനെയാണ് ഇത് ആസൂത്രിതമായി ഒരു തട്ടിപ്പ് നടത്തിയെന്നുള്ളതാണ്. കാരണം ഭരണസമിതിയെ വെറും നിഴലിൽ നിർത്തി അതിനു മുകളിൽ CPM വിചാരിക്കുന്നവർക്ക് മാത്രം ലോൺ കൊടുത്ത് അതിന്റെ കമ്മീഷൻ മേടിച്ച് ഒരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഇതിനെല്ലായിടത്തും കൊടുത്തേക്കുന്ന രേഖകളെല്ലാം ഫേക്ക് ഡോക്യുമെന്റ്സ് ഉണ്ട്. അതിന് കൃത്യമായി രേഖകളില്ലാതെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റിക്കവറി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ED ഇതിന്റെ ഭാഗമായി ഈ കേസിൽ പ്രതിയായ ആൾക്കാരിൽ നിന്ന് കണ്ടുകെട്ടിയ പൈസയുണ്ട്. ആ പൈസ തിരിച്ചു വാങ്ങി ഏകദേശം 100 കോടി രൂപയോളം ഉണ്ട്. ആ പൈസ തിരിച്ചു വാങ്ങി നിക്ഷേപകർക്ക് കൊടുക്കാനുള്ള നടപടിയും ബാങ്ക് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ വാങ്ങി നമുക്ക് നിക്ഷേപകർക്ക് കൊടുക്കാനുള്ള ഒരു നടപടിയുണ്ട്. അതിന് പകരം നിയമ പോരാട്ടമാണ് നടക്കുന്നത്. അപ്പോൾ കൂടുതൽ നിക്ഷേപിച്ചവർ, അതായത് ഈ ബാങ്കിനെയും ഭരണസമിതിയെയും CPM-നെയും വിശ്വസിച്ച് ആ ബാങ്കിൽ പൈസ ഇട്ടവരുടെ ദുരിതത്തിന് ഒരു കാലത്തും അറുതി ഉണ്ടാവാൻ എന്ന് ഇവർക്ക് ആഗ്രഹമില്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത്.